അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പരിശുദ്ധമായ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം സ്നേഹത്തിൻ്റെ പെരുന്നാൾ നമ്മിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ദിവസത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട പോലെ, അള്ളാഹുവിന് പൊരുത്തമുള്ള പോലെ ഈ ദിവസം നമ്മൾ ആഘോഷിക്കുക. മിണ്ടാതിരിക്കുന്നവരോട് ആദ്യം ചെന്ന് സലാം പറയുക. വർഷങ്ങളോളം തെറ്റി നിൽക്കുന്നവരാണെങ്കിൽ പിണക്കം അവസാനിപ്പിച്ചേക്കുക. ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുക. പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെ ചേർത്ത് പിടിക്കുക. അവർക്കൊക്കെ സമാധാനവും സന്തോഷവും ആനന്ദവും നൽകുക. ഒരു സ്നേഹപ്പെരുന്നാളാവട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ അറിയിക്കുന്നു. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളോട് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വദത്തൈനി, സൂറത്ത് യാസീൻ ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരം എല്ലാം നീ ഖബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, അതിന്റെ പ്രതിഫലം ഞങ്ങളുടെ ഓരോരുത്തരുടെയും നന്മയുടെ ഏടുകളിൽ രേഖപ്പെടുത്തണേ അല്ലാഹ്. തുല്യ പ്രതിഫലം മഹാന്മാരായ അംബിയാ, മുർസലീങ്ങൾ, ഔലിയാക്കൾ, സഹാബാക്കൾ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങളുടെ ഹദറത്തിലേക്ക് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, അവരുടെ ദറജ ഉയർത്തണേ അല്ലാഹ്. അവരുടെ ശഫാഅത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് അവരോടൊന്നിച്ച് നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട് മുഴുവൻ ആളുകൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളോടിയ ഖുർആനിന്റെയും നന്മയുടെയും പ്രതിഫലം ഞങ്ങൾ ദാഹിക്കുന്ന ഈ ഖബർസ്ഥാനിൽ ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിലേക്ക് നൽകണേ റഹ്മാനേ. കഴിഞ്ഞ പെരുന്നാൾ ദിവസങ്ങളിൽ, നോമ്പുകാലങ്ങളിലൊക്കെ അല്ലാഹുവേ, അത്താഴത്തിന് ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഒരുക്കി തയ്യാറാക്കി വിളിച്ചവർത്തിയവരാണ് ഈ കിടക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പെരുന്നാൾ പുടവകൾ വാങ്ങിത്തന്നവരാണ് റബ്ബേ. അവരുടെ ഖബറിടം ഇന്ന് സന്തോഷത്തിന്റെ ഖബറിടമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് വെയിൽ കൊണ്ടവരാണ് പ്രവാസ ലോകത്തും പാടങ്ങളിലും പറമ്പുകളിലും. ഇന്നിതാ അവർക്ക് വേണ്ടി അല്പനേരം വെയിൽ കൊള്ളുന്നതിന് ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല റഹ്മാനെ. മാശറയുള്ള അർശിന്റെ തണൽ ഞങ്ങൾക്കും അവർക്കും നൽകണേ അല്ലാഹ്. പടച്ചവനെ, സ്വർഗ്ഗത്തിൽ ഒരിടം ഞങ്ങൾക്കും അവർക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ഖബറിടം സ്വർഗ്ഗഭൂപാകരമാക്കണേ അല്ലാഹ്. സ്വർഗീയ ഭക്ഷണം കൊണ്ട് പാനീയം കൊണ്ടവരെ സൽക്കരിക്കണേ റഹ്മാനെ. സ്വർഗീയ വസ്ത്രങ്ങൾ കൊണ്ടവരെ അലങ്കരിക്കണേ അല്ലാഹ്. സ്വർഗീയ സുഗന്ധവും വെളിച്ചവും അവർക്ക് നൽകണേ റഹ്മാനെ. പടച്ചവനെ, അല്ലാഹുവേ, അവരുടെ കഴിഞ്ഞവരെ സ്വർഗ്ഗത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, കിതാബുകൾ നൽകപ്പെടുമ്പോൾ ഞങ്ങൾക്കും അവർക്കും വലക്കയിൽ നൽകണേ അല്ലാഹ്. അർശിന്റെ തണൽ നൽകണേ അല്ലാഹ്. നബിയുടെ തിരുക്കരങ്ങളിൽ നിന്ന് വരുന്നത് അവർക്ക് വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. നന്മകൾ തൂക്കുമ്പോൾ കണ്ടുകൊണ്ടുവന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും അവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം ഞങ്ങൾ പിന്നിപ്പിക്കുകയും പിന്നിലയാക്കുകയും ചെയ്യല്ല അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു നൽകണേ റഹ്മാനെ. സഹോദരി സഹോദരന്മാർക്കിടയിൽ സ്നേഹം നൽകണേ അല്ലാഹ്.
ബർക്കത്ത് നന്നാക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ, ഇണകളെ, മക്കളെ, ഉസ്താദുമാരെ പലതരം രോഗികളാണ് റഹ്മാനെ. അല്ലാഹുവേ, അവർക്ക് കാമിലായ ശിവ നൽകണേ അല്ലാഹ്. ഈ പെരുന്നാൾ സ്ഥാനത്തിന് പോലും പള്ളിയിലേക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ രോഗികളായി കിടക്കുന്ന ഞങ്ങളുടെ മഹല്ലിലെ വീടുകളിലെ കുടുംബങ്ങളുടെ രോഗികൾക്ക് പരിപൂർണ്ണ ശിവ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ റമദാനിൽ ഞങ്ങളുടെ സകല കർമ്മങ്ങളും സ്വീകരിക്കണേ അല്ലാഹ്. വല്ല കുറവുകളും വന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണേ റഹ്മാനെ. ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കണേ അല്ലാഹ്. അവസാനത്തെ തറാവീഹാക്കണേ റഹ്മാനെ. അവസാനത്തെ ഇഫ്താറാക്കണേ അല്ലാഹ്. അവസാനത്തെ ചെറിയ പെരുന്നാളാക്കണേ റഹ്മാനെ. ഇനി ഒരുപാട് കാലം ഇതുപോലെയുള്ള നല്ല ദിവസങ്ങളിൽ ഒന്നിച്ചു കൂടാനും പങ്കെടുക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനുമുള്ള ആരോഗ്യം ആഫിയത്ത് നൽകണേ അല്ലാഹ്. ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ഭൂമിയിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് നിന്റെ മാശറയിലുള്ള ആ അസാബുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. 7 വിഭാഗം ആളുകൾക്ക് അവിടെ അർശിന്റെ നേതൃത്വ കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മുന്നിൽ കിടക്കുന്ന ഈ മദ്രസാനിൽ കിടക്കുന്ന ഞങ്ങളോട് ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യവും ഒരുമയും നൽകല്ലാഹ്. ഞങ്ങളുടെ മഹല്ലിൽ ഐക്യവും ഒരുമയും സന്തോഷവും നൽകണേ റഹ്മാനെ. യാതൊരു ഭയവും കൂടാതെ പ്രയാസം കൂടാതെ ഈ മദ്രസയിലൂടെ ഇങ്ങനെ വന്ന് ഞങ്ങൾക്ക് സിയാറത്ത് ചെയ്യാൻ സൗകര്യം ചെയ്യാൻ സാമ്പത്തികമായി സഹായിച്ചവരുണ്ടവർക്ക് അവരെ സഹായിക്കണേ അല്ലാഹ്. ഇതിനു വേണ്ടി ജോലി സമയത്ത് പൊരിവയിൽ കൊണ്ട നിങ്ങളുടെ താന്തന്മാര് ചെറുപ്പക്കാരും പുറത്ത് അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഇതുപോലെയുള്ള സകല നന്മകളിലും നല്ല മനസ്സോടുകൂടെ ഞങ്ങൾക്ക് ബന്ധപ്പെടാനും സ്നേഹത്തോടെ നല്ല വാക്കുകൊണ്ടെങ്കിലും അതിനെ പിന്തുണച്ച് പ്രോത്സാഹിപ്പിക്കാനുമുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മദ്രസ, ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ നിസ്കാര പള്ളികൾ, അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാഹ്. ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷ മുസ്ലിം വിഭാഗങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം നൽകണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بفضلك صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على أسمع